ഒന്ന് ഈ പെണ്ണ് യാത്ര ചെയ്യുന്ന നേരത്തൊന്ന് കമ്പി പിടിച്ചാൽ അതിന്റെ കഫദാ തായോട്ട് വന്നിട്ട് കക്ഷം വരെ വെളിവാകുന്നു. പൈസ കൊടുത്തത് എത്രയാണ്? 5000 6000. വൻദോഷമാണ് കൂട്ടുകാരെ, ഉമ്മമാരെ. വർജിക്കണമെങ്കിൽ വർജിച്ചോ. റബ്ബ് തആല മറ്റു ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് അവന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് കടത്തണമെങ്കിൽ ഇതൊഴിവാക്കിക്കോ, അല്ലെങ്കിൽ നമ്മളൊക്കെ നരകത്തിന്റെ നാരികളായി തീരും. ഇവിടെ കൊണ്ടുവരുന്ന ഹദീസ് കണ്ടോ നിങ്ങൾ? സ്വിൻഫാനി മിൻ അഹ്ലിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ മുഖങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? നമ്മുടെ കുട്ടികൾക്ക്, ചെറിയ 5 വയസ്സായ കുട്ടിക്ക് 2 രൂപത്തിലാണ് നമ്മൾ വസ്ത്രം ധരിപ്പിക്കുന്നത്, അല്ലേ? മദ്രസിലേക്ക് ഒരു വസ്ത്രം വേറെ, സ്കൂളിലേക്ക് ഒരു വസ്ത്രം വേറെ. സ്കൂളിലേക്കുള്ള യൂണിഫോം തന്നെ ഭംഗിയായി ഫുൾക്കയ്യൊക്കെയുള്ള മക്കനിട്ടുള്ളതായിക്കോട്ടെ, ഒരു വിരോധവുമില്ല, ഒരാളും അതിനെതിര് പറയില്ല. പക്ഷേ നമുക്ക് പോരാ, നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെ. എന്റെ കുട്ടിന്റെ മാറൊക്കെ കണ്ടോട്ടെ, അവള് SSLC ആയതല്ലേ, +2 ഒക്കെ ആയതല്ലേ, ആ മാറിടം കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് ആലോചനക്ക് വന്നാലോ? ഈ രൂപത്തിൽ ഞാൻ പറയാനുള്ള കാര്യം അത്രയും മോശമായിരിക്കുന്നു. അവരെ പറ്റിയല്ല, നിങ്ങളെ പറ്റിയാണ്, സഹോദരന്മാരെ പറ്റി. നമ്മളാണത് വാങ്ങിക്കൊടുക്കുന്നത്, കാശ് കൊടുക്കുന്നത്. അവർക്ക് നരകത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് നമ്മളാണ്. സ്വിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ. ഞാൻ കണ്ടിട്ടില്ലാത്ത 2 നരകവാസികൾ വരാനുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. ഖൗമും മഅഹും സിയാത്തുൻ യദ്രിബൂന. അതാ ഒരു വിഭാഗം ആളുകൾ, അവരോട് കൂടെ ചാട്ടവാറുകളുണ്ട്. അവർ യദ്രിബൂന ബിഹന്നാസ്. നിരപരാധികളായ ജനങ്ങൾ അതുകൊണ്ട് അടിച്ചു പീഡിപ്പിക്കുന്നു, നിരപരാധികളായ ആളുകളെ പീഡിപ്പിക്കുന്നു. അത് ഇനി പ്രത്യേകമായി ഭീകരവാദം മുഴക്കുന്ന രൂപത്തിലുള്ള സംഘടനകളായാലും ശരി, നിയമപാലകരായാലും ശരി, പ്രതിരോധം അടിച്ചുകൊണ്ട് പ്രതിരോധിക്കുക, കാരണമില്ലാതെ അടിക്കുക. വേറെ ഒരുത്തനെങ്ങനെ കാത്തു നിന്നതാണ്, വഴിക്ക് വന്നത് വേറൊരു സാധുവാണ്, അവനടിക്കുക. ഇങ്ങനെ സാധുക്കൾ അടിച്ചു പീഡിപ്പിക്കുന്നവർ. പിന്നെ പറയുന്നു അനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. കല്യാണത്തിന്റെ അന്നൊക്കെ വസ്ത്രം മാറ്റിക്കൊണ്ടുവന്ന വസ്ത്രങ്ങളൊക്കെ ശരിക്കും ചിന്തിച്ചോ? ഓരോ പുതിയാപ്പിള ആകാൻ പോകുന്ന ചെറുപ്പക്കാരും ചിന്തിച്ചോ? റബ്ബ് പൊരുത്തപ്പെട്ട മാർഗത്തിലല്ലെങ്കിൽ നിന്റെ കല്യാണം ഹറാമിന്റെ സദസ്സാണ്. എന്താണ്? നല്ല ഔറത്തൊക്കെ വെളിവാക്കി ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രക്കുള്ള കഫുള്ള ഒരു പ്രത്യേകമായ വസ്ത്രമാണ് അതിന് കൊണ്ടുവന്നത്. എന്നിട്ടൊരു സാരി, എന്നിട്ട് തലയിൽ എന്തെങ്കിലും ഇല്ല, കുറെ മുല്ലപ്പൂ ഇങ്ങനെ വാരി തേച്ചിട്ട്, മുടിയൊക്കെ വെളിവാക്കിയിട്ട്, അതാ എല്ലാ ഭാഗങ്ങളും പ്രദർശിപ്പിച്ചിട്ട് ആ പെണ്ണങ്ങിറങ്ങുകയാണ്. പുതിയ പെണ്ണിന്റെ മഹത്വം മറ്റെല്ലാവരും കണ്ടോട്ടെ. വേണമെങ്കിൽ ആ പെണ്ണിന് പേരെഴുതാം, ഈ ചെറുപ്പക്കാരൻ നരകത്തിലേക്ക് വഴിതെളിയിച്ച പെണ്ണ് എന്ന്. ഈ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ നഗ്നകളാണ്. ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ട് പറയുന്നു 3 വിഭാഗക്കാരെ. ഒരു വിഭാഗം പകുതി മറച്ചിട്ടുണ്ട്, പകുതി മറച്ചിട്ടില്ല, അല്പം മറച്ചിട്ടുണ്ട്, അല്പം മറച്ചിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള 5, 6, 7 വയസ്സായ പെൺകുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ വരെ ധരിക്കുന്ന വസ്ത്രം നോക്ക് നിങ്ങൾ. തണ്ടം കാലൊക്കെ ശരിക്കും വെളിവാകുന്ന 7 വയസ്സായ പെൺകുട്ടിയും ധരിക്കുന്ന വസ്ത്രം കാണാം. ഇത്രക്ക് കൈയുള്ള ചില കുട്ടികളൊക്കെ ബനിയൻ മാത്രം, വെളിവായാലൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പെൺകുട്ടിയാകുമ്പോൾ തന്നെ നല്ല ഔറത്ത് ഭദ്രമായി വെക്കണം. എല്ലാ വിഷയത്തിലും മാറ്റമുണ്ടെന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് നാം. എന്നിട്ട് നാം ചെയ്യുന്നത് എന്താ? ആരിയാത്തുൻ നഗ്നകളാക്കുകയാണ് അവരെ. മറ്റൊരു വിഭാഗമതാ, അവര് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്ന് വെയില് തട്ടിയാൽ ഉള്ളിങ്ങോട്ട് കാണുന്നു, അത്രയും കട്ടി കുറഞ്ഞ വസ്ത്രം. മറ്റൊരു വിഭാഗം ആരാണെന്നറിയോ? വളരെയധികം ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നവര്. ചില സഹോദരന്മാരുണ്ട് അങ്ങനെ ടൈറ്റ് ഫിറ്റായ പാൻസ് ധരിക്കുന്നവരുണ്ട്. സറാവീൽ ദയ്യിഖ, അത് പാടില്ല, നമ്മുടെ മതം അനുവദിക്കാത്തതാണ്. സ്ത്രീകളും ധരിക്കാൻ പാടില്ല, പുരുഷന്മാരും ധരിക്കാൻ പാടില്ല. നല്ല വസ്ത്രമല്ല അത്. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മതം വിലക്കിയ ഒരു വസ്ത്രം കൂടിയാണ്. ആ ഫാൻസ് ഒക്കെ കണ്ടാല്, ചില സഹോദരന്മാരുടെ ഫാൻസ് കണ്ടാല് മുകൾ ഭാഗം ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായി എന്തോ ഒരു തിരികെ കയറ്റിയതുപോലെ, അടിയിലതാ ഒരാന ചിറക്, അല്ലെങ്കിൽ അടിഭാഗം വളരെയധികം ഫിറ്റ്, മുകൾ ഭാഗം അതാ ആനച്ചിറക്. മനുഷ്യനൊരു വസ്ത്രം ധരിക്കുമ്പോൾ ഒരു കോലം വേണ്ടേ?
വസ്ത്രത്തിനുള്ള ഒരു കോലൊക്കെ